അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കുമെതിരെ ഒരു 1000 പേരുടെ ചാവേർ സംഘങ്ങൾ അടങ്ങിയ ഒരു ടീമിനെ പാകിസ്ഥാൻ പരിശീലിപ്പിച്ചു വരുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. നേരത്തെ മുതൽ തന്നെ പ്രവർത്തനം നടത്തിയിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസൻ പ്രവിശ്യ ISKP എന്ന് പറയുന്ന സംഘടന, ഇവർ നിലവിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടമായ താലിബാനെതിരെ പോരാടി വരികയായിരുന്നു. ഇവരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശീലിപ്പിക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനെതിരെയാണ് പരിശീലിപ്പിക്കുന്നതെങ്കിലും ഇതിൽ കുറച്ച് ഭീകരർ ഇന്ത്യയിൽ ഖിലാഫത്ത് സ്ഥാപിക്കാൻ സമയമായിരിക്കുന്നു. അതിന് തുടക്കമിടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും ഭീകരവാദ സംഘടനകൾക്ക് മുമ്പ് പോയിരുന്ന മലയാളികൾ അടക്കം ഇന്ത്യയിൽ നിന്ന് പോയിരുന്ന അവരൊക്കെ അഫ്ഗാനിസ്ഥാനിലെ ഈ ISIS കേന്ദ്രങ്ങളിൽ മറ്റുമായിരുന്നു. അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനും ഖിലാഫത്ത് സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് ISKP എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ട്രെയിനിങ് നൽകുന്നത്. ഇതിൽ ചാവേറുകളും മറ്റുമുണ്ട്. ഇവരിൽ പലരും ഇപ്പോൾ ബലൂച്ച്, ഖൈബർ പക്തൂൺ മേഖലയിലെ അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന ബോർഡറിലും കൊറ്റയിലുമാണ് ഇപ്പോൾ ഇവരുടെ ക്യാമ്പുകൾ നടക്കുന്നത്. ഈ ക്യാമ്പുകൾ നിയന്ത്രിക്കുന്നതും പരിശീലനം നൽകുന്നതൊക്കെ പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ തന്നെയാണ്. ഒപ്പം തന്നെ അവിടുന്ന് റിട്ടയർഡ് ചെയ്ത സൈനിക ഉദ്യോഗസ്ഥരും ഇവർക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. ഇവരെ ജമ്മു കാശ്മീരിലേക്ക് കടത്തി വിട്ടുകൊണ്ട് ഇവിടെ ഭീകര ശൃംഖല ശക്തപ്പെടുത്തുക, അതിന്റെ ഭാഗമായി ആദ്യ ഘട്ടങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത്. കാരണം ലഷ്കർ-ഇ തോയ്ബയും ഒക്കെ കാശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവരുമായൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ നിന്ന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, മലയാളികളടക്കം 21 പേരാണ് കഴിഞ്ഞ കുറെ കാലമായി ഭീകര സംഘടനയിലേക്ക് പോയത്. അവരുടെയൊക്കെ വാർത്തകൾ മുൻപ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നതുമാണ്. ഇവരെ എല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു നീക്കത്തിന് പാകിസ്ഥാൻ മുതിരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.